ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ 65-ൻ്റേതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ 65 ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ 65 ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 സ്പൂൺ അരിപ്പൊടി. അരി നന്നായിട്ട് പൊടിച്ചതാണ്, അപ്പത്തിനൊക്കെ എടുക്കുന്ന രീതിയിൽ. 1 നാരങ്ങയുടെ നീരും കൂടെ ഇടുക. രണ്ട് ടീസ്പൂൺ തൈര്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. അടുത്തായിട്ട് ഒരു മുട്ടയും കൂടെ അതിലേക്ക് ചെറുതായിട്ടൊന്ന് പതപ്പിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട അടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരത്തേനൊന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ നേരത്തേന് ഞാനിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കണം. ഞാൻ അതിന് വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഓരോ പീസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നിറച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ള ചിക്കനും കൂടെ ഞാനിതിലേക്കിട്ട് വറക്കാൻ പോവുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇടുകയാണ്. ഇതിലേക്ക് 3 പച്ചമുളക് നടുവേ പിളർന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം.
ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചില്ലി ഗാർലിക് സോസാണ്, പേസ്റ്റാണ് ഞാൻ ഒഴിക്കുന്നത്. മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളക് പൊടിയുടെ എല്ലാത്തിൻ്റെ മണമൊന്ന് മാറി വന്നിട്ടുണ്ട്, മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഒരു അരക്കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിലെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതിന് ഇപ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം. ഞാനിപ്പോൾ കളർ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ലൈക്കും ഷെയറും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.